നമ്രൂദ് ആരായിരുന്നു, ഫറോവമാരാരായിരുന്നു, ഖാറൂനമാരാരായിരുന്നു, അങ്ങനെ എത്രയോ വലിയ വലിയ കിങ്കരന്മാരായ ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞുപോയി. ഇന്ന് ഇസ്രയേൽകാരനായ ബെഞ്ചമിൻ നെതന്യാഹു കാണിച്ചു കൂട്ടുന്ന നരനായാട്ടുകൾക്ക് കാലം അതിന് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം കിങ്കരന്മാരായ നരനായാട്ടുകൾ നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വെച്ചിട്ടില്ല എന്നത് നമുക്ക് സമാധാനിക്കാവുന്നുള്ളതാണ്. അല്ലാഹുവേ, ആ ഖുദ്സിന്റെ മക്കൾക്ക് നീ മോചനം നൽകണേ അല്ലാ. അവര് സമാധാനിക്കുന്നത് നിന്നെ കൊണ്ടാണല്ലാ. സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണല്ലാ. അതല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാറിലേക്ക് പാറക്കല്ല് എടുത്തു വെക്കുന്ന അവസരത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് വലിച്ചിടിക്കുന്ന അവസരത്തിലും അല്ലാഹു അഹദ് അഹദ് എന്ന് വിളിച്ചുകൊണ്ട് തക്ബീറിന്റെ മന്ത്രസ്വരങ്ങൾ ഉയർത്തുന്നത് നാളത്തെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്ന സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അതാ രഹസ്യഭാഗത്തിലേക്ക് കുന്തം കുത്തിക്കേറ്റിയിറക്കുമ്പോഴും സുമയ്യ റളിയല്ലാഹു അൻഹ പതറാതിരുന്നത് അതാ എന്തുകൊണ്ടാണെന്നറിയോ? നാളെ സ്വർഗമെന്നുള്ള വീടുള്ളത് കൊണ്ടാണ്. സമാധാനിപ്പിക്കാൻ പോയ മുത്തുനബി എന്താ പറഞ്ഞത്? യാസിർ കുടുംബമേ, സ്വബ്റൻ ആല യാസിർ,